ആണ് നിന്നെ നോക്കണേ. ആ പഴം കൊടുത്ത പഴം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വരും. വരുന്ന വഴിക്ക് ഞങ്ങളുടെ അടുത്ത് വരും, കൈ കൊണ്ട് വണ്ടിയെ തൊട്ട് നോക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ മേടിച്ചു കൊടുക്കും. അങ്ങനെ സാറിന് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വരും. പിന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോകും. തൻ്റെ നാട്ടുകാർ സ്നേഹിക്കുന്നതിലും വലുതായി ഇതാ തൻ്റെ എല്ലാമായ ശ്രീകുട്ടനെ അവർ ഊട്ടുകയും പരിചരിക്കുകയും ചെയ്യും. ഇതിനെല്ലാം അപ്പുറം ഒരു പൊതുപ്രവർത്തകൻ എന്താണ് വേണ്ടത്? സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ള മറ്റ് ആനകളിൽ നിന്നും ഭിന്നമായി ശ്രീകുട്ടനുള്ള പ്രത്യേകത ഇവൻ അഭിനയിച്ച 2 ചിത്രങ്ങളും തമിഴ് ചിത്രങ്ങളായിരുന്നു എന്നതാണ്. ആദ്യത്തെ ചിത്രം സിന്ധു സമവേദി, പുതുമുഖങ്ങളുടെ ഒരു സംഗമവേദിയായിരുന്നു അത്. അതിൽ ശ്രീകുട്ടനും ഒരു പുതുമുഖം. രണ്ടാമത്തെ തമിഴ് ചിത്രം ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള ലാബ് വർക്കുകളിലാണ്. ത്യാഗരാജനും മകനുമെല്ലാം അഭിനയിച്ചിട്ടുള്ള ആ ചിത്രം വൈകാതെ പുറത്തിറങ്ങി. സിനിമാ അഭിനയമൊന്നും ഇവൻ്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ശ്രീകുട്ടൻ്റെ മറ്റൊരു പ്രത്യേകത മദപ്പാട് കാലം തികച്ചും ശാന്തതയോടെ കടന്നു പോകുന്നു എന്നതാണ്. കാരണം ഇവന് കന്നത്തിൽ കൂടിയുള്ള ഒലിവ് കുറവാണ്. മിക്കവാറും കണ അഥവാ ലിംഗത്തിലൂടെയാണ് ഒലിവ്. കണ വാർന്നു പോകുന്ന ആനകളെ ഭയക്കേണ്ടതില്ല എന്നാണ് പ്രമാണവും. ഉത്സവകാലത്തിന് മുന്നേ ഇവൻ്റെ മദപ്പാട് കാലം കഴിയും. ഈ ആനയ്ക്ക് കൂടുതൽ എഴുന്നള്ളിപ്പ് വരുന്നത് എറണാകുളം, കോട്ടയം ജില്ലകളിലാണ്. ഏതമ്പലത്തിൽ ചെന്നാലും അടുത്ത വർഷവും വരണമെന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് തിരിച്ച് യാത്ര പറഞ്ഞിറങ്ങുന്നത്. പാപ്പാമാർക്കാണേലും കൊണ്ടു നടക്കുന്നതിനോ നമുക്ക് ആർക്കെങ്കിലും കൊണ്ടു നടക്കുന്നതിനോ ഒന്നും യാതൊരു കുഴപ്പമില്ല. പണിക്കാണേലും ഏത് അടിക്കാരാണേലും ഒരു പ്രാവശ്യം വിളിച്ചാൽ പിന്നെയും ഈ ആന തന്നെ വേണമെന്നാണ് പറയുന്നത്. കൂടുതൽ പണിക്ക് വിടാറുമില്ല. നല്ല ആരോഗ്യമുള്ള ശരീരമാണ് ശ്രീകുട്ടൻ്റേത്. മാത്രമല്ല കേരളത്തിലെ കാടുകളിൽ കാണുന്ന ആനകളുടെ നിറമാണ് ഇവനുമുള്ളത്. നല്ല കരിവീട്ടിയുടെ നിറം. 22ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ ഉയരം 9.25 അടിയോളമുണ്ട്. ആനകൾ 40 വയസ്സുവരെ വളരുന്ന, പ്രത്യേകിച്ച് ഉയരം വയ്ക്കുന്ന ജന്തുവാണെന്നാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ ശ്രീകുട്ടൻ ഭാവിയിൽ ചില പഴയ റെക്കോർഡുകൾ ഭേദിക്കും. തൻ്റെ പേരിൽ ചിലത് എഴുതി ചേർക്കുകയും ചെയ്യും. നല്ല അഴകാർന്ന തലക്കുന്നി, ആരെയും ആകർഷിക്കുന്ന വായുകുംഭം, നിലം മുട്ടാത്ത വാല്, പ്രകാശമുള്ള തേൻ കണ്ണുകൾ, വെളുത്ത 18 നഖങ്ങൾ, വീണെടുത്തകർന്ന കൊമ്പുകൾ, അങ്ങനെ എണ്ണിപ്പറയുവാൻ നിരവധി പ്രത്യേകതകൾ ഇവനുണ്ട്. മാവേലിക്കരയിലെ തടിമില്ലിൽ വളരെ ആസ്വദിച്ച് പണിയെടുത്തിരുന്ന ശ്രീകുട്ടൻ ഇപ്പോൾ അധികം കൂപ്പിലെ പണിക്കൊന്നും പോകാറില്ല. ദക്ഷിണ നൽകുന്നവർക്ക് ശിരസിൽ തുമ്പി കൊണ്ട് തൊട്ട് അനുഗ്രഹം നൽകുന്ന പരിപാടിയും ഇവനറിയാം. അത് വളരെ ചെറിയ പ്രായത്തിൽ ആസാമിൽ വെച്ച് പഠിച്ചതാണ്. കേരളത്തിൽ വെച്ച് ഒരിക്കൽ കണ്ടുമുട്ടിയ ഉത്തരേന്ത്യൻ കുടുംബം തുമ്പിയിൽ പണം വെച്ചു കൊടുത്തപ്പോൾ ഇവൻ ഉടൻ അനുഗ്രഹം നൽകി. അത് കണ്ടു നിന്ന പാപ്പാൻ അന്തം വിട്ടുപോയി. കാരണം അതുവരെ ഇങ്ങനെ ഒരു വിദ്യ ഇവൻ ശീലമാക്കിയിട്ടുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ഇങ്ങനെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ആരെയും ആകർഷിക്കുന്ന തൂഫാൻ ശ്രീകുട്ടൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാലും കേട്ടാലും തീരില്ല. തൽക്കാലം ഇവൻ്റെ ജീവിത കഥാകഥനത്തിന് ഞങ്ങൾ വിരാമമിടുകയാണ്.